മക്കളെ, ഇന്ന് നമുക്ക് ഹാത്തിയോം കി രഹ് ഗുസർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സടക്ക് ഓർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാനെ കാ ഉദ്ദേശ് ക്യാ ഹെ? റോഡിനും അതുപോലെ തന്നെ കാടിനും ഇടയ്ക്കായിട്ട് ഡിവൈഡർ നിർമ്മിക്കാനുള്ള ഉദ്ദേശം എന്താണ്? ആൻസർ നോക്കാം. अपनी एवं जानवरों की सुरक्षा के लिए मनुष्य सड़कों और जंगल के बीच डिवाइडर बनाया. സ്വന്തം സുരക്ഷയ്ക്കും അതുപോലെ തന്നെ മൃഗങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് മനുഷ്യൻ റോഡിനും കാടിനും ഇടയ്ക്ക് ഡിവൈഡർ നിർമ്മിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബच्चे तो बच्चे ठहरे इससे आपने क्या समझा? കുട്ടികൾ എന്നും കുട്ടികൾ തന്നെ. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്തുകൊണ്ടായിരിക്കാം ലേഖകൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആം തൗർ പർ ബച്ചോं की रुचि खेलने में है. സാധാരണഗതിയിൽ കുട്ടികളുടെ താല്പര്യം എന്ന് പറയുന്നത് ഗേൽനേമേ കളിക്കുന്നതില്, കളിക്കാനായിരിക്കും കുട്ടികൾക്ക് എപ്പോഴും താല്പര്യമുള്ളത്. ഗേൽനേമേ ഹേ കളിയിലാണ് കുട്ടികൾക്ക് താല്പര്യമുള്ളത്. इसलिए बिना किसी प्रेरणा से एक स्थान पर काफी देर तक चुपचाप गड़े रहने को वे तैयार नहीं होंगे. ഇക്കാരണത്താൽ തന്നെ പ്രേരണയില്ലാതെ ഏക് സ്ഥാൻ പർ കാഫി ദേർ പർ ഒരു സ്ഥലത്ത് അധികം സമയം മിണ്ടാതെ ഒരു സമയത്ത് തന്നെ കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയില്ല. അവർ തയ്യാറാവുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. सरदार हाथी ने चारों तरफ एक गोल चक्कर क्यों लगाया? सरदार हाथी चारों तरफ गोल चक्कर क्यों लगाया? क्योंकि हाथियों के परिवार की सुरक्षा സർദാർ ഹാത്തി पर निर्भर है. എന്തുകൊണ്ടെന്നാൽ ആനകളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ ഉത്തരവാദിത്തം സർദാർ ഹാത്തിയിൽ നിർഭരമായിരുന്നു. इसलिए ഗോൾ ചക്കർ ലഗായ, അതുകൊണ്ടാണ് ഗോൾ ചക്കർ ലഗായ. അടുത്ത നോക്കാം. इतनी संजीदगी और धीरज के साथ अपना फर्ज निभाते किसी को नहीं देखा था, किसी इंसान को भी नहीं. क्या आप इससे सहमत हैं? ഇത്തനീ സഞ്ജീത്, ഇത്രയും ധീരജ് വളരെയധികം ഇത്രയും ധൈര്യത്തോടു കൂടിയിട്ട് സ്വന്തം കർത്തവ്യം നിറവേറ്റുന്ന ആരെയും കണ്ടിട്ടില്ല, മനുഷ്യനെ പോലും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിനോട് നിങ്ങൾ സഹമത്ത് ഹെ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹമത്ത് ഹെ, അതിനോട് യോജിക്കുന്നുണ്ട്. क्योंकि हमने देखा है कि सरदार हाथी अपने परिवार की सुरक्षा के प्रति कितने चिंतित एवं सक्रिय है. അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കണ്ടതാണ് സർദാർ ഹാത്തി സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം ചിന്തിതയവൻ സക്രിയ, എത്രമാത്രം ചിന്തയോടെയും ശ്രദ്ധയോടെയുമാണ് സർദാർ ഹാത്തി പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ഈ പാഠഭാഗത്തിൽ കണ്ടതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായത്തിനോട് എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹി വാക്യ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ സെന്റൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞത്. യുവകനെ ഹാത്തിയോ കാ വീഡിയോ ബനായ, യുവാവ് ആനയുടെ വീഡിയോ എടുത്തു. हाथिनी और छोटे बच्चे ने आसानी से डिवाइडर पार किया. ഹത്തിനി പിടിയാനയും അതുപോലെ തന്നെ എൻ്റെ ചോട്ടെ ബച്ചെ ചെറിയ കുട്ടിയും ആസാനീസെ വളരെ സിമ്പിളായിട്ട് ഡിവൈഡർ പാസ് ചെയ്തു പോയി എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല. बच्चों की सुरक्षा के लिए हाथियों के झुंड बनाया. बच्चों की सुरक्षा के लिए हाथियों ने झुंड बनाया. കുട്ടികളുടെ സുരക്ഷിതത്വം, അതായത് ആനക്കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹാത്തിയോംനെ ആനകൾ ജുണ്ട് ബനായ, ഒരു ജുണ്ട് നിർമ്മിച്ചു എന്നാണ് പറഞ്ഞത്. സർദാർ ഹാത്തിനെ അപ്നെ കുൻബെ കോ സുരക്ഷിത് രഖ. സർദാർ ഹാത്തി
സ്വന്തം പരിവാർ. കുനുബേ എന്ന് പറഞ്ഞാൽ പരിവാർ. എന്താണ് കുനുബേ? പരിവാർ. സ്വന്തം കുടുംബത്തിനെ സുരക്ഷിതമാക്കി നിർത്തി. ശരിയാണ്. കുൻബ പാനി പീനെ കെ ലിയെ ചലാ ഗയാ. കുൻബ പരിവാർ. പരിവാർ പാനി പീനെ കെ ലിയെ ചലാ ഗയാ. സർദാർ ഹാത്തി ജുണ്ട് സെ അലഗ് ചലാ ഗയാ. സർദാർ ഹാത്തി ആ ആനക്കൂട്ടത്തിൽ നിന്നും അലഗ് ചലാ ഗയാ, മാറി വേർപെട്ട് നടന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് ശരി മാത്രം നമുക്ക് എഴുതിയാൽ മതി. എന്താണ് പറഞ്ഞത്? സഹി പ്രസ്താവാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ. ഗലത്ത് പറഞ്ഞാൽ തെറ്റ്, ഗലത്ത് എഴുതണ്ട, സഹി മാത്രം എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ 4 ആൻസർ എഴുതിയത് നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണത്. യുവകനെ ഹാത്തിയോ കാ വീഡിയോ ബനായ. യുവാവ് ആനകളുടെ വീഡിയോ എടുത്തു. യുവകനെ ഹാത്തിയോ കാ വീഡിയോ ബനായ. ബच्चों की सुरक्षा के लिए हाथियों में झुंड बनाया. सरदार हाथी ने अपने कुनबे को सुरक्षित रखा. कुनबा पानी पीने के लिए चला गया. അത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിവിടേക്ക് പ്രിന്റ് ചെയ്തപ്പോൾ കൂടിയതാണ് കേട്ടോ, അത് നോക്കണ്ട. കുനുബ പിന്നെ പാനി പീനെ കെ ലിയെ ചലാ ഗയ, അതുവരെയാണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരൾ ഓർ രേഖാങ്കിത അംശ പർ ധ്യാനത. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നിങ്ങളോടൊന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അതായത് അവിടെ ഓർ എന്നത് ചേർത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരൾ ഓർ തമിഴ്നാടു की सीमा पर बसे जंगल की बात है. हथनी और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गए. അപ്പൊ അതാണ് ഹത്തിനി और उसका बड़ा बच्चा. ആനയും അതിൻ്റെ വലിയ കുട്ടിയും. അതുപോലെ തന്നെ കേരളത്തിനും അതുപോലെ തന്നെ തമിഴ്നാടുവിനും. കണ്ടോ, അങ്ങനെയാണ് അതിന് മീനിങ് വരിക. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. ചിത്ര ദേഖിയെ നമൂനയ്ക്ക് അനുസാർ സൂചനാ പട് തയ്യാർ കരേ. ചിത്രം നോക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന സൂചന അനുസരിച്ചിട്ട് നിങ്ങളോടൊരു സൂചനാ പട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്ന സൂചനയല്ല, മാതൃക. നമൂനയ്ക്ക് അനുസാരം, നമൂനെ പറഞ്ഞ മാതൃക. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ ഇവിടെ താഴെ തന്നിരിക്കുന്ന പിക്ചറിനൊക്കെ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് എഴുതാം, സൂചനാ പട് എഴുതാം. അപ്പൊ നോക്കാം. ഹാത്തിയോം കി സടക്ക് പാർ കർനെ കി ജഗഹ് ഹെ. അതായത് ഈ പിക്ചറിന്റെ അടുത്ത് എന്താണ് എഴുതിയത്? ഹാത്തിയോം കി സടക്ക് പാർ കർനെ കി ജഗഹ് ഹെ എന്നാണ് എഴുതിയത്. ആനകൾ റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലമാണ് എന്ന് എഴുതി വെച്ചിട്ടാണ് അവിടെ ആ പിക്ചർ വെച്ചല്ലേ. അതുപോലെ തന്നെ ഈ പിക്ചറിന് നമ്മൾ എന്താണ് എഴുതുക? എന്താണ് എഴുതുക? ആഗ് ജലാന മനാഹെ. ആഗ് ജലാന മനാഹെ. തീ എന്താണ് കൊളുത്തുന്നത് എന്താക്കിയിരിക്കുന്നു? വിലക്കിയിരിക്കുന്നു. കണ്ടോ? ആഗ് ജലാന മനാഹെ. ഇനി അടുത്തത് നോക്കാം. പ്ലാസ്റ്റിക് ആണ് അങ്ങനെ ചെയ്തത് അല്ലെ. അപ്പൊ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു എന്നാണ്. യഹാ പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. യഹാം പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. യഹാം പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ആനന്റെ തുമ്പിക്കൈയാണ് കാണുന്നത് അല്ലെ. ഭക്ഷണം കൊടുക്കുന്നതായിട്ടൊരു കയ്യും കാണുന്നുണ്ട്. അപ്പൊ എന്താണ് എഴുതി നമുക്ക് നോക്കാം. ജാൻവരോ കോ ഗാന ഗിലാന മനാഹെ. മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് വിലക്കിയിരിക്കുന്നു. ജാൻവരോ കോ ഗാന ഗിലാന മനാഹെ. അതായത് ഇവിടെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. ഇനി ലാസ്റ്റ് എന്താണ്? ഒരു വഴീൻ്റെ നിന്നിട്ട് ക്രോസ് ചെയ്തതായിട്ടാണ് കാട്ടണത്. എന്താണ് അതില്? ആകെ ജാന മനാഹെ. അതായത് മുമ്പോട്ടുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുന്നു, മുമ്പോട്ട് പോകുന്നത് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മുമ്പോട്ട് വഴിയില്ല എന്ന രീതിയിൽ. ഓക്കെ, ആകെ ജാന മനാഹെ. മുമ്പോട്ട് പോകുന്നത് തടഞ്ഞിരിക്കുന്നു. ആകെ ജാന മനാഹെ. മന എന്നാണ് കേട്ടോ, അവിടെ മാന വന്നിട്ടുണ്ട്. മന എന്നാണുള്ളത് കേട്ടോ, ഈ ദീർഘം വേണ്ട.
ആകെ ജാന മനാ ഹേ. ഇനി അടുത്തത് നിങ്ങളുടെ അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. विवरण तैयार विवरण तैयार करें. आपने भी यात्रा के दौरान ऐसे कई दृश्य देखे होंगे. ऐसे किसी दृश्य का विवरण तैयार करें. നിങ്ങളും യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള എന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ദൃശ്യ വിവരണം നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശീർഷക് ലിഖാഹെ, അതിന് നിങ്ങളൊരു ശീർഷകം എഴുതിയിരിക്കണം. സ്ഥാൻ കാ ഉല്ലഖ്, എവിടെയാണ് സ്ഥലം എന്നത് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഘടനാക്ക വർണ്ണനയെ, സംഭവം നിങ്ങൾ അവിടെ വർണ്ണിച്ചിരിക്കണം. ജഗഹ് കി വിശേഷതായ ലിഖിഹെ, ഏത് സ്ഥലമാണ്, ഏത് സ്ഥലത്തു നിന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്നതും നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു സംഭവം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സംഭവമാണെങ്കിലും എഴുതാം. ഒരു ഉദാഹരണമായിട്ടൊരു സംഭവം എഴുതിയതാണ്. ഇത് ആവശ്യമുള്ളവർ ഇത് എഴുതിയെടുക്കുക. സ്വയം എഴുതാൻ പറ്റുന്നവർ സ്വയം എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, അതായത് അതിനൊരു പേര് കൊടുത്തിരിക്കുന്നത് പിള്ളേക്ക പ്യാർ എന്നാണ്. പിള്ളേ പറഞ്ഞാൽ നമുക്കറിയോ, പിള്ള പറഞ്ഞാല് പട്ടിക്കുട്ടി, നായ്ക്കുട്ടി, അതിനെയൊക്കെയാണ് എന്ത് പറയാ, പിള്ള എന്ന് പറയാം. ഇസ് ഘടന സടക് മേ ഹുയി ഥി, ഈ സംഭവം നടന്നത് ഒരു റോഡിലാണ്. കൊല്ലം ജാ രഹാ ഥാ, ഇവിടെ പോകുകയായിരുന്നോ? ഞാൻ കൊല്ലം ജാ രഹാ ഥാ, ഞാൻ കൊല്ലത്തേക്ക് പോകുകയായിരുന്നു. കൊല്ലത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവമാണ് കേട്ടോ. സടക് മേ ഏക് കുത്തിയ ലേട്ട് രഹാ ഥാ, റോട്ടിൽ ഒരു കുത്തിയ പറഞ്ഞാല് പട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ലേട്ട് രഹാ ഥാ. ഉസ്കി സാമനെ ഹി ഉസ്കാ പിള്ള ഖടാ ഥാ, അതിന്റെ അടുത്ത് തന്നെയായിട്ട് അതിന്റെ കുട്ടിയും നിൽക്കുന്നുണ്ടായിരുന്നു. നായ്ക്കുട്ടി അതിന്റെ അടുത്ത് തന്നെയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുത്തിയാക്കെ പയർമേ ചോട്ട് ലഗാ ഥാ, ആ അമ്മ പട്ടി ഉണ്ടല്ലോ, അതിന്റെ കാലിൽ എന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു? ചോട്ട് ലഗാ ഥാ, മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആസ് പാസ് ഗാഡി ചൽ രഹി ഥി, അതിന്റെ അരികിലൂടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലോഗോനെ പിള്ളാക്കോ ഹട്നേക്കോ ഹോൺ ബജായ, ആ ആളുകൾ എന്ത് ചെയ്തു? ആ പട്ടിക്കുട്ടിയെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിള്ളയെ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഹോൺ ബജായ, ഹോൺ മുഴക്കി. വണ്ടിയിലുള്ള ആളുകളൊക്കെ വണ്ടി പോകുന്ന സമയത്ത് ആ പട്ടിക്കുട്ടിക്ക് പറ്റണ്ട എന്ന് കരുതിയിട്ട് അവർ ഹോൺ മുഴക്കി. ലേക്കിൻ പിള്ള വഹാസെ ഹടനേക്കോ തയ്യാർ നെയ്ത, പക്ഷേ ആ പട്ടിക്കുഞ്ഞ് അവിടെ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. ഗാഡി വാലോനെ കുത്തിയാക്കോ വഹാസെ ഹടനെ തക്ക് പിള്ള വഹാം രഹ, വണ്ടിക്കാർ വന്നിട്ട്, ആ ഡ്രൈവർമാരൊക്കെ വന്നിട്ട് കുത്തിയാക്കോ വഹാസെ ഹടനെ തക്ക്, ആ പെൺപട്ടിയെ, അതായത് ഈ പിള്ളയുടെ അമ്മയായിട്ടുള്ള പട്ടിയെ അവിടെ നിന്ന് മാറ്റുന്നത് വരെ ആ പട്ടിക്കുഞ്ഞ് അവിടെ തന്നെ നിന്നു. അതിന്റെ അമ്മയെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമാണ് അത് അവിടെ നിന്ന് മാറിപ്പോയത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉള്ള ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളതായ ചെറിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. ലാസ്റ്റ് അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണത്. പഹ്ചാനയിലേക്ക് തിരിച്ചറിയൂ, എഴുതൂ. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുകയാണ്. 1 2 3 4 5 6 7 8 9 10 വരെ തന്നിട്ടുണ്ട്. പിന്നെ സൗ എന്ന് പറഞ്ഞാൽ 100, അതായത് ഏക്ക് സൗ, ഇതിന്റെ കൂടെയൊക്കെ എന്ത് ചേർക്കുക? സൗ ചേർത്തിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഏക്ക് സൗ പറഞ്ഞാല് 100, 2 സൗ 200, അവിടെ എഴുതിയിട്ടുണ്ട്. 3 സൗ എന്ന് ഇവിടെ എഴുതുമ്പോൾ 300 എന്ന് എഴുതാം. 3 എഴുതാ, സൗ എന്ന് എഴുതാം, 300 എഴുതാം. 4 സൗ 400, 5 സൗ 500, 6 സൗ 600, 7 സൗ 700, 8 സൗ 800, 9 സൗ എത്രയാണ്? 900. 10 സൗ എന്ന് പറയോ? ഇല്ല. എന്താ പറയാ? അസാർ പറഞ്ഞാൽ എന്താണ്? 1000. അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ എന്ത് ചെയ്യണം? നേരത്തെ ഇങ്ങനെ ഫസ്റ്റ് രണ്ടെണ്ണം ഉദാഹരണമായിട്ട് കാണിച്ചല്ലോ, അതുപോലെ അതിന്റെയൊക്കെ കൂടെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ സൗ ചേർത്ത് എഴുതുക. അത്രയുള്ള വളരെ സിമ്പിൾ ആണ്. ഇതാ സൗ ചേർക്കുക, ഇതിന്റെ കൂടെ സൗ ചേർക്കുക, ഇതിന്റെ കൂടെയും സൗ ചേർക്കുക, ഇതെടുക്കുക, അതിന്റെ കൂടെ സൗ ചേർക്കുക, പിന്നെ ഏതാ 5 എടുക്കുക, സൗ ചേർക്കുക, അതിന്റെ കൂടെ സൗ ചേർക്കുക, 7 സൗ ചേർക്കുക,
ആട്ട് സൗ ചേർക്കുക, ഇതിന് കൂടെ സൗ ചേർക്കുക, ഇതിന് മാത്രം എന്താണ് പിന്നെ അസാറിൻ്റെ ലാസ്റ്റ് എന്താണ് അസാർ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ അവിടെ നിങ്ങൾക്ക് സംഖ്യകൾ ഇവിടേക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.